നൂറ്റാണ്ടുകളിലേറെ പഴക്കമുള്ള വിശ്വാസ പാരമ്പര്യത്തെ കലയുടെ ഭാഷയിൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര രൂപതയിലെ സെന്റ് മേരീസ് ഉദയകുളങ്ങര ഇടവക. ബസാലയിൽ ദൈവത്തിന്റെ തണലിൽ എന്ന പേരിൽ അവതരിപ്പിച്ച മെഗാ ബൈബിൾ ദൃശ്യാവിഷ്കാരം ഇതിനകം തന്നെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് സ്വന്തമാക്കി കഴിഞ്ഞു. 101 വർഷങ്ങൾ പിന്നിടുന്ന സെന്റ് മേരീസ് ഉദയകുളങ്ങര ഇടവകയുടെ നാൾവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. 1925 മുതൽ 1927 വരെയുള്ള കാലഘട്ടത്തിൽ ഓലമേഞ്ഞ ഒരു ചെറിയ കെട്ടിടത്തിലായിരുന്നു പ്രദേശത്തെ വിശ്വാസികൾ ആരാധന നടത്തിയിരുന്നത്. തുടർന്ന് ഡാനിയൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ പ്രതിനിധികൾ അന്നത്തെ കൊല്ലം മെത്രാനായിരുന്ന ബെൻസിഗർ പിതാവിനെ സന്ദർശിച്ച് ഒരു ദേവാലയം സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. മെത്രാന്റെ പിന്തുണയോടെ ദേവാലയത്തിനായി സ്ഥലം വാങ്ങുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 1929 മെയ് 28 ബഹുമാനപ്പെട്ട ഇൻഡോഫോൺസ് ഓസീഡിയുടെ നേതൃത്വത്തിൽ സർവകര പ്രസാദ മാതാവിന്റെ നാമത്തിൽ പുതുപ്പള്ളി വെഞ്ചരിക്കപ്പെട്ടു. അന്നു മുതൽ പരിശുദ്ധ കുർബാനയും ആരാധനകളും അവിടെ നടന്നു വന്നു. ഈ വിശ്വാസ പാരമ്പര്യത്തിന്റെ 101ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ബസാലയിൽ ദൈവത്തിന്റെ തണലിൽ എന്ന ബൃഹത്തായ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. 230 കുടുംബാംഗങ്ങൾ അംഗങ്ങളായ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ കലാപരിപാടി അരങ്ങേറുന്നത്. പരിശുദ്ധ ബൈബിളിലെ പ്രധാന സംഭവങ്ങളും രക്ഷാകര ചരിത്രത്തിലെ നിർണായക മുഹൂർത്തങ്ങളും വേദിയിൽ പുനരാവിഷ്കരിച്ച പരിപാടിയിൽ 7 വയസ്സ് മുതൽ 87 വയസ്സ് വരെയുള്ള ഇടവകാംഗങ്ങൾ പങ്കാളികളായി. കഴിഞ്ഞ 1.5 മാസമായി വിവിധ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് സംഘാടകർ ഈ പരിപാടി യാഥാർത്ഥ്യമാക്കിയത്. തലമുറകളെ ഒരുമിപ്പിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തിന്റെ സന്ദേശം ശക്തമായി സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത അവതരണമായിരുന്നു ഇത്. പ്രശസ്ത കലാകാരനും നിരവധി റെക്കോർഡ് നേട്ടങ്ങളുടെ ഉടമയുമായ ഗിന്നസ് വിമിൻ എം വിൻസെന്റ് ആണ് പരിപാടിയുടെ ഡയറക്ടർ. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ സെന്റ് മൈക്കിൾസ് പെരിങ്ങമല ഇടവകാംഗവും KCYM ലാറ്റിൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായ അദ്ദേഹം ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിരവധി കലാപരിപാടികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. പരിപാടിയുടെ കലാസംവിധാനം, വസ്ത്രാലങ്കാരം, അവതരണ രീതി എന്നിവയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. നിരവധി കലാകാരന്മാരും സന്നദ്ധ പ്രവർത്തകരും ഈ സംരംഭത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു. വിശ്വാസവും കലയും ഒരുമിച്ചപ്പോൾ പിറന്ന ഈ മഹാസംരംഭം ഇതിനകം തന്നെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് സ്വന്തമാക്കി. മറ്റ് ദേശീയ അന്തർദേശീയ റെക്കോർഡ് അംഗീകാരങ്ങളും ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസ പാരമ്പര്യത്തെ പുതിയ തലമുറയിലേക്ക് കൈമാറിയ ചരിത്ര മുഹൂർത്തമായി ബസാലിയയിൽ ദൈവത്തിന്റെ തണലിൽ മാറിയെന്ന് ഇടവക വികാരി ഷിക്കൻ അനൂസിനോട് പറഞ്ഞു. ബസാലയിൽ എന്ന പേരിൽ 101 ബൈബിൾ കഥാപാത്രങ്ങളെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ ഒരു പ്രോഗ്രാം തന്നെ നടത്താൻ വേണ്ടി കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഇടവക അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ദേവാലയം പണി കഴിപ്പിച്ചിട്ട് 101 വർഷങ്ങൾ തികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 101 ബൈബിൾ കഥാപാത്രങ്ങളെ ഈ സ്റ്റേജിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. കുട്ടികൾ തുടങ്ങി, അഥവാ ഏകദേശം ഒരു 15 വയസ്സ് തുടങ്ങി 65 വയസ്സിന് മുകളിലുള്ള അപ്പച്ചന്മാർ വരെ ഈ ഒരു പ്രോഗ്രാമത്തിൽ പങ്കെടുത്തത്. ഒരു വലിയൊരു ആത്മീയ നിറവായിരുന്നു ഈ ഒരു പ്രോഗ്രാം. ഈ ബസാല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ തണലിൽ എന്നതാണ്, ഇൻ ദ ഷാഡോ ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ തണലിൽ വസിച്ച 101 കഥാപാത്രങ്ങളെയായിരുന്നു ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ചത്. ഒപ്പം തന്നെ ഈ ഒരു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഓരോരുത്തർക്കുണ്ടായ ആത്മീയ അനുഭവങ്ങളൊക്കെ ഞങ്ങളത് പങ്കുവയ്ക്കുകയായിരുന്നു. അതിമനോഹരമായ പ്രോഗ്രാം എന്നതിലുപരി ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയായിരുന്നു ഞങ്ങൾ ഇതിൽ ലക്ഷ്യം വെച്ചത്. കാരണം ഓരോരുത്തരും അവർക്ക് ലഭിച്ച ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും, ഒപ്പം തന്നെ അത് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇടവക കുടുംബത്തിന് തന്നെ ഈ ബൈബിളിലെ വ്യത്യസ്തങ്ങളെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കുവാനും, ഒപ്പം തന്നെ അവരുടെ ജീവിതത്തെ ഒന്ന് പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമത്തിൻ്റെ സ്റ്റൈൽ നമ്മൾ ഇപ്രകാരമായിരുന്നു. സൃഷ്ടി തുടങ്ങി ഓരോ കഥാപാത്രങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ അന്ത്യവിധിയിൽ ചെന്ന് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഈ പ്രോഗ്രാമത്തിൻ്റെ ക്രമീകരണം. അതിനാൽ തന്നെ കൃത്യമായിട്ട് കർത്താവിൻ്റെ രക്ഷാകര ചരിത്രം അത് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഇടവക ജനത്തിന് സാധിച്ചു. ഒപ്പം തന്നെ അത് കാണാമെന്ന് എല്ലാവർക്കും സാധിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമെന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം അത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ അഥവാ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇത് എന്താണ് ഓക്കെ ഇതിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നമുക്ക് ലഭിച്ചു എന്നതാണ്. അപ്പോൾ അത് ഒത്തിരി സന്തോഷത്തോടെ ഈ നിമിഷം ഓർക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. ഒപ്പം തന്നെ ഇത് ഞങ്ങൾക്ക് വേണ്ടി എന്നതിനേക്കാളും ഒത്തിരി നാനാജാതി മതസ്ഥരൊക്കെ ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നു. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. കാരണം ബൈബിളിനെക്കുറിച്ച്, ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളും അവർ രക്ഷാകര ചരിത്രത്തിൽ വഹിച്ച പങ്കുമൊക്കെ കേട്ടപ്പോൾ അവരുടെ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. പലർക്കും അതൊരു ആത്മീയ അനുഭവം കൂടെ ആയിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ
ഇടവക എന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തുഷ്ടരാണ്. 101ാമത്തെ തിരുനാൾ ഇത് അർത്ഥപൂർണ്ണമായിട്ട് തന്നെ ആഘോഷിക്കാനായിട്ട് ഞങ്ങളുടെ ഇടവക കുടുംബം സാധിച്ചെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ജോസ് ഡെസ്ക് ഷിക്കേന ന്യൂസ്.